Good morning all. എൻ്റെ പേര് ജോബി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 19 മെയ് 2025 എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം. നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തിലെ അതായത് വെള്ളിയാഴ്ചത്തെ ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഏകദേശം ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു നടന്നത്. ഫ്ലാറ്റ് ടു ഒരു മൈൽഡ് ബിയറിഷിലേക്കായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം -42 പോയിന്റ്സിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 0.2% നെഗറ്റീവില്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. അതേപോലെ സെൻസെക്സിന്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 200 പോയിന്റ്സിന്റെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 0.2% നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ഓവറോൾ ഒരു സ്ട്രക്ചർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ മാർക്കറ്റ് ഒരു നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പൊ നിഫ്റ്റി തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ 25,000 എബോവ് ആണ് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു 25,000 എബോവ് ഇനി ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് വരുമോ ഇല്ലയോ എന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു മേജർ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ മാർക്കറ്റ് ഒരു റിവേഴ്സലിലേക്ക് വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ വെള്ളിയാഴ്ചത്തെ ഏറ്റവും കൂടുതൽ ഓരോ പാർട്ടിസിപ്പൻസിന്റെ വ്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ FISന്റെ ഭാഗത്ത് നിന്ന് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ ഒരു ചെറിയ തോതിലുള്ള ഒരു ബിയറിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതേപോലെ തന്നെ പ്രൊപ്പറേറ്ററി ഫേംസ് DAS തുടങ്ങിയവരുടെ മൂവ്മെന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ ചെറിയ തോതിലുള്ള ഒരു ബിയറിഷ്നെസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ക്ലയൻസ് അഥവാ റീറ്റെയിലേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മളെ പോലെയുള്ളവരുടെ വ്യൂസ് നമുക്ക് പരിശോധിക്കുമ്പോൾ നല്ല തോതിലുള്ള ഒരു വൻ തോതിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കഴിഞ്ഞ ട്രേഡിംഗ് ദിവസത്തിലെ സെക്ടർ വൈസ് അനാലിസിസ് എടുക്കാൻ നേരത്തെ നമുക്ക് കാണാൻ സാധിക്കും റിയാലിറ്റി സെക്ടർ ആണ് ടോപ്പ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ളത്. ഏകദേശം 1.63% ഒരു ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം മീഡിയ സെക്ടർ ആണ് ഏകദേശം 1.1% പോസിറ്റിവിറ്റിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം എനർജി സെക്ടർ, FMCG സെക്ടർ, ഓട്ടോ സെക്ടർ അപ്രോക്സിമേറ്റ് 0.5% പോസിറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനിയിപ്പോ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് IT സെക്ടർ മാത്രമാണ് നമുക്ക് ചെറിയ തോതിലുള്ള ഒരു നെഗറ്റിവിറ്റി കാണിച്ചത്. ഏകദേശം 0.8% നെഗറ്റിവിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ്, ഫാർമ, മെറ്റൽ സെക്ടേഴ്സ് ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ബട്ട് നമ്മൾ കഴിഞ്ഞ ഓവറോൾ ഒരാഴ്ചയുടെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് മാർക്കറ്റിൽ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മളെല്ലാം പാകിസ്ഥാന്റെ ഭീതിയിൽ നിന്നെല്ലാം നമ്മളൊരു കരകയറി ഇപ്പൊ ഒരു പോസിറ്റീവിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. ഇനി മാർക്കറ്റ് ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ നമുക്ക് വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ഡിഫൻസിന്റെ പല സ്റ്റോക്കുകളും നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റി കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 12% ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പാരാസ് ഡിഫൻസ് സ്പേസ് ഏകദേശം 18% ഹൈക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ മസഗൺ ടോക്ക് നല്ല രീതിയിലുള്ള ഒരു പോസിറ്റിവിറ്റിയാണ് മാർക്കറ്റിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇൻഡിഗ്രിഡ് 4 rupees per ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് പല കമ്പനീസിന്റെ Q4 റിസൾട്ട് വരുന്നുണ്ട്. നമുക്ക് അത് ഏതൊക്കെ കമ്പനീസ് ആണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതേപോലെ തന്നെ പെട്രോനെറ്റ് LNG ലിമിറ്റഡ്, PI ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, DLF ലിമിറ്റഡ്, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ്. ഇത്രയും കമ്പനീസിന്റെ Q4 റിസൾട്ട് വരുന്നുണ്ട്. ഈ കമ്പനീസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ വളരെ സൂക്ഷിക്കുക. നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഈ കമ്പനീസിൽ വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മേജർ പോയിന്റ് നമുക്ക് RSI നോക്കുകയാണെങ്കിൽ ഇപ്പം നിൽക്കുന്നത് തന്നെ 62 പോയിന്റ്സിലാണ്. അതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡിലാണ് ഇപ്പം നിലവിലെ ബാങ്ക് നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ഇനി ഒരു റിവേഴ്സൽ വരുമോ ഇല്ലയോ നോക്കണം. ഏകദേശം 55,354 പോയിന്റിലാണ് ഇപ്പം ബാങ്ക് നിഫ്റ്റി കറന്റ്ലി ട്രേഡ് ചെയ്തിട്ട് അവസാനിച്ചിട്ടുള്ളത്. ഇവിടുന്ന് നമുക്ക് ഇനി ഒരു അപ്പ് മൂവ്മെന്റ് ആണോ അതേപോലെ തന്നെ ഒരു റിവേഴ്സൽ നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. ഒരു മേജർ പോയിന്റ് തന്നെയാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ മേജർ ലിക്വിഡിറ്റി പോയിന്റ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് 55,223 ഒരു മേജർ ലിക്വിഡിറ്റി പോയിന്റ് ആണ്. അതേപോലെ തന്നെ 55,502 ഒരു ലിക്വിഡിറ്റി പോയിന്റ് തന്നെയാണ്. ഈ രണ്ട് പോയിന്റുകളെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. നമുക്ക് ഇനിയിപ്പം നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ RSI ഇപ്പം നിലവിൽ നിൽക്കുന്നത് 65 പോയിന്റ്സിലാണ്. അതേപോലെ തന്നെ ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡിനടുത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 25,050 ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് നമുക്ക് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടുന്ന് മാർക്കറ്റ് റിവേഴ്സൽ വരുമോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു.
ഓവറോൾ ഇനി മാർക്കറ്റിന് നമുക്കൊരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് 25,000 മുകളിൽ നിഫ്റ്റി ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇന്ന് ട്രേഡ് ചെയ്യുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക, ന്യൂസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക. അതേപോലെ തന്നെ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ വാച്ച് ചെയ്യുക. ഇതേപോലെയുള്ള ഡെയിലി പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാനായി ഈ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. അതിനെല്ലാം ഞങ്ങൾ മറുപടി തരുന്നതായിരിക്കും. ഇതേപോലെയുള്ള പുതിയ പുതിയ കണ്ടന്റ്സിനായി ഈ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ, സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.